മനുഷ്യരുമായി സംസാരിക്കുകയും ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗൊറില്ല ഈ ലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? കോക്കോ എന്നായിരുന്നു ആ പെൺഗൊറില്ലയുടെ പേര്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായ ഗൊറില്ലയും കോക്കോ തന്നെയായിരിക്കും. കോക്കോയ്ക്ക് സംസാരിക്കാൻ അറിയാം എന്ന് തന്നെയാണ് അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ സംസാരിക്കുന്നത് സൈൻ ലാംഗ്വേജ് വഴിയാണ്. അമേരിക്കൻ സൈൻ ലാംഗ്വേജിലെ 1000 വാക്കുകളാണ് ഈ ഗൊറില്ല പഠിച്ചെടുത്തത്. ഇംഗ്ലീഷ് ഭാഷയിലെ 2000 വാക്കുകൾ കോക്കോയ്ക്ക് കേട്ടാൽ മനസ്സിലാവുകയും ചെയ്യും. 1971 ജൂലൈ 4-നാണ് കോക്കോ ജനിച്ചത്. ആനിമൽ സൈക്കോളജിസ്റ്റായ ഫ്രാൻസിൻ പെന്നി പാറ്റേഴ്സൺ കോക്കോയ്ക്ക് 1 വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ അവൾക്കൊപ്പമുണ്ട്. അങ്ങനെ പെന്നിയും കോക്കോയും വളരെ അടുത്ത സുഹൃത്തുക്കളായി. കോക്കോയുടെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവും കരുണയും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെ ആകർഷിച്ചുവെന്നാണ് ഫ്രാൻസിൻ പിന്നീടൊരിക്കൽ പറഞ്ഞത്. ലോകപ്രശസ്തനായ കോക്കോ നിരവധി ഡോക്യുമെൻ്ററികളിലും മാഗസിനുകളിലെ കവർ പേജുകളിലും പ്രത്യക്ഷപ്പെട്ടു. 1978-ലാണ് നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ കവർ പേജിൽ അവൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. പൂച്ചകളോടുള്ള കോക്കോയുടെ ഇഷ്ടവും പ്രസിദ്ധമാണ്. 12ാമത്തെ പിറന്നാളിന് അവൾ സമ്മാനമായി സൈൻ ലാംഗ്വേജ് വഴി ആവശ്യപ്പെട്ടത് ഒരു പൂച്ചക്കുഞ്ഞിനെയാണ്. എന്നാൽ പൂച്ചയുടെ രൂപത്തിലുള്ള കളിപ്പാട്ടം നൽകിയപ്പോൾ അവൾ അതുമായി കളിക്കാൻ വിസമ്മതിക്കുകയും സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കോക്കോയ്ക്ക് ആദ്യമായി ശരിക്കും ഒരു പൂച്ചക്കുഞ്ഞിനെ കിട്ടിയത്. അവൾ അതിന് ആൾബാൾ എന്ന് പേരുമിട്ടു. പിന്നെയും അവൾ മറ്റൊരു നാഷണൽ ജിയോഗ്രഫിക് കവറിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ അവളുടെ പൂച്ചക്കുഞ്ഞുങ്ങളെ അമ്മയെപ്പോലെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്തു. ഗവേഷകർക്ക് എക്കാലത്തും അത്ഭുതം തന്നെയായിരുന്നു കോക്കോ. IQ ടെസ്റ്റുകളിലും IQ സ്കെയിലുകളിലുമെല്ലാം 70 മുതൽ 80 വരെയൊക്കെ ആയിരുന്നു അവളുടെ ബുദ്ധിയുടെ തലം. നാഷണൽ ജിയോഗ്രഫിക് എഴുത്തുകാരി സിന്ധിയ ഗോർണി 1985-ൽ കോക്കോയെ അഭിമുഖം ചെയ്തപ്പോൾ കോക്കോ അവളെ ടോയ്ലറ്റ് എന്ന് സൈൻ ലാംഗ്വേജ് വഴി പരിഹസിച്ചിരുന്നു. പക്ഷേ പിന്നീട് കോക്കോ അവളോട് സൗഹൃദം പുലർത്തുകയും ഗൊറില്ലകൾ മരിച്ചാൽ എവിടെ പോകുമെന്ന സിന്ധിയയുടെ ചോദ്യത്തിന് സുഖകരമായ ഒരു കുഴി ബൈ എന്നായിരുന്നു കോക്കോയുടെ മറുപടി. 2001-ൽ നടൻ റോബിൻ വില്യംസുമായി കോക്കോ ഇടപഴകിയ വീഡിയോയും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണട ധരിച്ചും കളിച്ചും പേഴ്സ് പരിശോധിച്ചുമെല്ലാം കോക്കോ ലോകത്തിൻ്റെ ഹൃദയം കീഴടക്കി. അദ്ദേഹവുമായി സംസാരിച്ചും ആശയവിനിമയം നടത്തിയും കെട്ടിപ്പിടിച്ചുമെല്ലാം അവൾ അദ്ദേഹത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. റോബിൻ വില്യംസ് തന്നെയായിരുന്നു അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവും. വില്യമിൻ്റെ മരണം അവളെ വളരെയധികം സങ്കടത്തിലാഴ്ത്തുകയും അവൾ മണിക്കൂറുകളോളം നിശബ്ദയായിരിക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് 2015-ൽ ഒരു ക്ലൈമറ്റ് കോൺഫറൻസിൽ പങ്കെടുക്കുക കൂടി ചെയ്തു കോക്കോ. നിരവധി പ്രശസ്തരായ സുഹൃത്തുക്കളും കോക്കോയ്ക്കുണ്ടായിരുന്നു. അതിലൊരാളാണ് വിശ്വപ്രസിദ്ധ ഹോളിവുഡ് നടൻ ലിയാനാർഡോ ഡിക്കാപ്രിയോ. എന്തായാലും കോക്കോ എല്ലായ്പ്പോഴും മനുഷ്യരുമായി സന്തോഷത്തോടെ ഇടപെടുന്നത് കാണാറുണ്ടെങ്കിലും മനുഷ്യരുടെ ഗവേഷണ ആവശ്യങ്ങൾക്കായി കോക്കോയുടെ ജീവിതം മുഴുവൻ സ്വാഭാവികമല്ലാത്ത ഒരു തടവിലായിരുന്നുവെന്നതും ചില ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ലോകത്തിലെ ഏറ്റവും സന്തോഷിച്ച ഗൊറില്ലയും കോക്കോ തന്നെയായിരിക്കും. എന്നാൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു അമ്മയാവുക എന്നതായിരുന്നു. എന്നാൽ അത് നടന്നില്ല. 2018-ൽ തൻ്റെ 46-ാമത്തെ വയസ്സിൽ അവൾ മരിച്ചു. ഉറക്കത്തിലായിരുന്നു മരണം. 46 വയസ്സ് വരെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിലും മനുഷ്യരുമായി ആശയവിനിമയം നടത്താനുള്ള അപൂർവ കഴിവും കൊണ്ട് ലോകമെമ്പാടും പ്രശസ്തയായ കോക്കോ തൻ്റെ ജീവിതകാലത്ത് തന്നെ ഒരു അന്താരാഷ്ട്ര പ്രതിഭയായി മാറിയിരുന്നു.